ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ് SEO എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പഠിക്കുന്നത് ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ടതാണ് robot.txt ഫയലിനെ കുറിച്ച്. robot.txt എന്ന് പറയുന്നത് സിമ്പിൾ എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റും പവർഫുൾ ആയിട്ടുള്ള സെർച്ച് ഫയലാണ്. ഗൂഗിൾ പോലത്തെ സെർച്ച് എഞ്ചിൻസ് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിനെ ഇൻഡെക്സ് ചെയ്യണമെന്നാണ് ഈ ഫയൽ പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ റൂട്ട് ഡയറക്ടറി, അതായത് നമുക്ക് വെബ്സൈറ്റിന് ഒരു URL ഉണ്ടെന്നുണ്ടെങ്കിൽ .com .in ഒക്കെ ആവാം /robot.txt എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫയലിനെ പ്ലേസ് ചെയ്യുന്നത്. SEO പഠിക്കുന്ന ഏതൊരാളും robot.txt ഫയലിനെ കുറിച്ച് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് robot.txt ആണ് ഏതൊക്കെ കോണ്ടന്റ് നമ്മുടെ സെർച്ച് എഞ്ചിനിൽ അപ്പിയർ ചെയ്യിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ലോ വാല്യൂ കോണ്ടന്റ് ആയ അഡ്മിൻ പേജസ്, ഡാഷ്ബോർഡ്സ്, ടെസ്റ്റ് എൻവയോൺമെന്റ്സ് ഇതൊക്കെ സെർച്ച് എഞ്ചിനിൽ അപ്പിയർ ചെയ്യിപ്പിക്കുന്നതിൽ നിന്നും ഈ robot.txt ഫയൽ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് എഞ്ചിൻസ് സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നോക്കുന്ന robot.txt ഫയലാണ്. ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ robot.txt ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ കോണ്ടന്റും സെർച്ച് എഞ്ചിൻസ് സ്ക്രോൾ ചെയ്യും. അപ്പോൾ നമുക്ക് ലോ വാല്യൂ കോണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ SEO റിസൾട്ട്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ robot.txt ഫയൽ ഉണ്ടാക്കാനായിട്ട് സ്മോൾ SEO ടൂൾസ്, ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾസ് robot.txt ടെസ്റ്റർ എന്ന ടൂളുണ്ട്. ഇത്തരത്തിൽ ടൂൾസ് ഉപയോഗിക്കാവുന്നതാണ്. സോ SEO പഠിക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് robot.txt എന്ന് പറയുന്നത്. ഇനിയും ഇതുപോലത്തെ ടോപ്പിക്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. താങ്ക് യു.